ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈദ് ഹോളിഡേയ്സിന് സ്റ്റേക്കേഷന് പോയ അലൈൻ റോത്താനയിലെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകരെല്ലാവരും വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസിൽ അറിയിക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇന്നത്തെ ഞങ്ങളുടെ ഈദ് ഹോളിഡേയ്സിൻ്റെ സ്റ്റേക്കേഷൻ ഇവിടെ അലൈൻ റോത്താന ഹോട്ടലിലാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെക്ക് ഇൻ ചെയ്യണ സമയത്ത് ഞങ്ങൾ ചൂസ് ചെയ്ത റൂമിനെക്കാട്ടിലും അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള വേറെ റൂമാണ് ഞങ്ങൾക്ക് തന്നത്. അപ്പോൾ അത് സെപ്പറേറ്റ് ഒരു ബ്ലോക്കിലാണ്. അപ്പോൾ അതിൻ്റെ പാർക്കിംഗ് വരുന്നത് ബേസ്മെൻറ്റിലാണ് കേട്ടോ. വാലേ പാർക്കിംഗ് അവൈലബിൾ ആണ്. അപ്പോൾ ഫലാജ് വിങ് എന്നാണ് ഞങ്ങൾ താമസിച്ച ബ്ലോക്കിൻ്റെ പേര്. അപ്പോൾ നമ്മുടെ റൂമിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്ത് കിട്ടിയ റൂം. അപ്പോൾ ഞങ്ങളും എക്സൈറ്റഡ് ആയിരുന്നു എന്താണ് ഈ ഒരു അപ്ഗ്രേഡിൽ കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എനിക്ക് ആദ്യം തന്നെ അവിടെ ഇഷ്ടപ്പെട്ടത് ഈ ഒരു വാഷ്റൂം ഏരിയ ആണ്. നല്ല വിശാലമായിട്ടുള്ളൊരു വാഷ്റൂം, 2 വാഷ് ബേസിൻ ഉണ്ട്, പിന്നെ ഒരു സെപ്പറേറ്റ് ടോയ്ലറ്റ് ഏരിയ ഉണ്ട്. എല്ലാത്തിനും ഡോർസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ടോയ്ലറ്റ് ഏരിയ സെപ്പറേറ്റ് ആണ്, പിന്നെ ഷവർ ഏരിയ സെപ്പറേറ്റ് ആണ്, ഒരു സോന ഉണ്ട്. നല്ല വിശാലമായ ബാത്റൂം. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വാഷ്റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു ഡോർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കബേർഡാണെന്ന് വെച്ചിട്ടാണ് ഞാൻ തുറന്നത്. പക്ഷെ തുറന്നപ്പോഴാണ് അതൊരു കിച്ചൺ ഏരിയ ആണെന്ന് മനസ്സിലായി. അപ്പോൾ അവിടെ ഒരു മൈക്രോവേവ് അവൻ ഉണ്ടായിരുന്നു, ഇൻഡക്ഷൻ സ്റ്റവ് ഉണ്ട്. അപ്പം എന്തെങ്കിലും കുക്ക് ചെയ്യണമെങ്കിൽ അതിനുള്ള ഫെസിലിറ്റിയും കൂടി അവിടെ ഉണ്ട്. പിന്നെ അത് ഈ കാണുന്ന പോലെ ചെറിയ ഫ്രിഡ്ജ് ഉണ്ട്, ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ക്ലോത്ത്സൊക്കെ വാഷ് ചെയ്യാം. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ അകത്തേക്ക് പോയാലാണ് നമ്മുടെ ബെഡ്റൂം ഏരിയ വരുന്നത് കേട്ടോ. അതിന് മുന്നേ ആയിട്ട് ഇവിടെ ഒരു കബേർഡ് ഉണ്ട്. അതിൽ അയൺ ചെയ്യാനുള്ള അയണും അയൺ ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ബെഡിൻ്റെ ഒരു ഏരിയ. ഇവിടെയും ഒരു കബേർഡ് ഉണ്ട്. ഇതിൽ വന്നിട്ട് ലോക്കറും പിന്നെ ഒരു വെയിങ് സ്കെയിലും ഉണ്ടായിരുന്നു. യൂഷ്വലി ഞാൻ ഹോട്ടൽസിൽ അങ്ങനെ വെയിങ് സ്കെയിൽ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വെയിറ്റൊക്കെ നോക്കി. പിന്നെ ഇവിടുന്ന് പുറത്തേക്കുള്ള വ്യൂ ഇതാണ് കേട്ടോ. ഞങ്ങൾക്ക് നേരെ നോക്കിയാൽ ആ മെയിൻ ബ്ലോക്ക് കാണാൻ പറ്റും. ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് സ്പായും ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മളുടെ റൂമിൻ്റെ ഒരു ഫുൾ വ്യൂ. അങ്ങനെ ഈവനിങ് ആയപ്പോഴത്തേക്കും ഞങ്ങൾ പുറത്തിറങ്ങി. ഞങ്ങൾ ഒരു 1 o'clock ചെക്ക് ഇൻ ചെയ്തത്. അപ്പോൾ ആ സമയത്ത് നട്ടുച്ചയ്ക്ക് എന്തായാലും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഒരു ഈവനിങ് ഒക്കെ ആയപ്പം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങളുടെ ബ്ലോക്കിലൊരു പ്രൈവറ്റ് പൂളുണ്ട്. ഈ ബ്ലോക്കിൽ താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. അപ്പം ഇതാണ് ആ പ്രൈവറ്റ് പൂൾ. പിന്നെ ഒരു സ്പാ ഉണ്ട്. അതും ഞങ്ങളുടെ ബ്ലോക്കിൽ തന്നെയാണ്. അപ്പോൾ സ്പാ ചെയ്യേണ്ടവർക്ക് ഇങ്ങോട്ടേക്ക് വരാം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഈവനിങ് മെയിൻ ബ്ലോക്കിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കൂടാതെ അവിടെ ഒരു ബോൾ റൂം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറിയില്ല. അപ്പോൾ ഇതാണ് നമ്മൾ മെയിൻ ബിൽഡിങ്ങിൽ നിന്ന് പൂൾ ഏരിയയിലേക്ക് ഇറങ്ങുമ്പോൾ ഉള്ളൊരു വ്യൂ കേട്ടോ. അവിടെ എന്തോ പാർട്ടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ടായി. പിന്നെ അതേപോലെ ഒരു കുഞ്ഞു കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട് പൂളിനോട് ചേർന്നിട്ട്. പൂൾ അത്യാവശ്യം നല്ല ക്രൗഡായിരുന്നു. കുഞ്ഞു മക്കളൊക്കെ ഉണ്ടായിരുന്നു പൂളിൽ. പിന്നെ നമ്മൾ രാത്രിയാണ് വീണ്ടും പൂൾ ഏരിയയിലേക്ക് വന്നത്. കാരണം വൈകുന്നേരം നമ്മൾ പോയപ്പോൾ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ നല്ല ക്രൗഡായതുകൊണ്ട് ഞങ്ങൾ പൂളിൽ ഇറങ്ങിയില്ല. അപ്പോൾ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഒരു വാക്കിന് ഇറങ്ങി.
അപ്പോൾ ദേ രാത്രിയുള്ളൊരു പൂൾ വ്യൂ ആണിത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, ഒട്ടും തിരക്കുമില്ല, നല്ല ലൈറ്റ്സൊക്കെ ആയിട്ട് കാണാൻ അടിപൊളിയായിരുന്നു. ഞങ്ങൾ കുറേ നേരം ഇവിടെ പൂൾ സൈഡിൽ വന്നിരുന്നു. ഡ്രിങ്ക്സിന് അവിടെ ഒരു സെപ്പറേറ്റ് കൗണ്ടർ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഹുക്കയ്ക്കും സെപ്പറേറ്റ് ഒരു സീറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് അവരുടെ ജിമ്മാണ്, നല്ല വലിയ ജിമ്മായിരുന്നു കേട്ടോ. പക്ഷേ ആൾക്കാർ വർക്കൗട്ട് ചെയ്യുന്ന കാരണം നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയില്ല. ഇതൊരു ലോബി ഏരിയ ആണ്. ഇതിനോട് ചേർന്നിട്ട് ഒരു കോൺഫറൻസ് റൂമും ഉണ്ട്, ഒരു കുഞ്ഞ് റെസ്റ്റോറൻറ്റും ഉണ്ട്. ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മുടെ പൂൾ ഏരിയയുടെ സൈഡിലായിട്ട് ജക്കൂസിയും ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല റിലാക്സ്ഡ് ആയ ഒരു ഡേ ആയിരുന്നു ഇന്ന്. ഇനി നാളത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ നോക്കാം.